ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലണ്ടനിലെ കാനറി വാർഫിൽ കൂടിയുള്ള ഒരു മനോഹരമായ നൈറ്റ് ഡ്രൈവിംഗ് ആണ്. കൂടാതെ ലണ്ടനിലെ അതിപ്രശസ്തമായ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയ ടിഷ്യൂമിലെ ഒരു ഡൈൻ ഔട്ടും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലണ്ടൻ സിറ്റിയിൽ കൂടിയുള്ള ഈ നടത്തം പോലും വളരെ റിലാക്സിംഗ് ആണ്. രാത്രി സമയങ്ങളിൽ വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ. നൈറ്റ് ഡ്രൈവിംഗും നഗരത്തിന്റെ സൗന്ദര്യവും രുചികരമായ ഭക്ഷണവും ഒന്നിച്ചനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് കാനറി വാർഫിനെ വളരെ ആകർഷകമാക്കുന്നത് ഇവിടുത്തെ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. അതിനെ സ്കൈ സ്ക്രേപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. രാത്രി കാലങ്ങളിലെ തിളങ്ങുന്ന ലൈറ്റുകൾ, ആധുനിക നഗര സൗന്ദര്യം എല്ലാം കൂടെ കാനറി വാർഫിനെ ലണ്ടന്റെ പ്രധാന സാമ്പത്തികവും ബിസിനസ് കേന്ദ്രവുമാക്കി മാറ്റുന്നു. രാത്രി സമയത്ത് ഈ പ്രദേശം കാണുമ്പോൾ അതിന്റെ ഭംഗി ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇവിടുത്തെ മിക്ക റെസ്റ്റോറന്റുകളും തന്നെ വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറന്റുകളാണ്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ മുന്നിലെ ഒരു ഭീമാകാരനായ ഡോൾഫിന്റെ ശില്പമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരികെ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ, ഈ ഡോൾഫിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. കുറച്ച് സമയത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാനറി വാർഫിലെ ടിഷ്യൂം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും സുനിലേട്ടനും കുട്ടികളും ശ്യാമള ചേച്ചിയും ശ്യാമള ചേച്ചിയുടെ കുട്ടികളും, ഇത്രയും പേരാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. ഇതാണ് ചേച്ചിയുടെ മകള് ഡോക്ടർ അഭിരാമി. എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഇന്റീരിയറും അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസുമാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങളുടെ ടേബിൾ റെഡി ആകുന്നവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ മെനു കാർഡ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഫുഡിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ ട്രൈ ചെയ്തിരുന്നു. ഇരുട്ടായതുകൊണ്ട് എനിക്കത് നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. ഈ റെസ്റ്റോറന്റ് മുംബൈയിലെ പഴയ ഇറാനി കഫേകളുടെ ശൈലിയിൽ ഒരുക്കിയ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇന്ത്യൻ രുചികളുടെ യഥാർത്ഥ അനുഭവം നൽകുന്ന സ്ഥലമാണ്. ബട്ടർ ചിക്കൻ, ബ്ലാക്ക് ദാൽ, ബിരിയാണി, നാൻ തുടങ്ങിയ വിഭവങ്ങൾ ഇവിടെ ഏറെ പ്രശസ്തമാണ്. പ്രത്യേകിച്ച് ഇവരുടെ സ്ലോ കുക്ക് ചെയ്യുന്ന ബ്ലാക്ക് ദാൽ വളരെ ഫേമസ് ആണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സേവനവും ഈ റെസ്റ്റോറന്റിനെ ലണ്ടനിലെ ഏറ്റവും പ്രിയപ്പെട്ട ഡൈനിങ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വീണ്ടും ആ ഡോൾഫിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഡോൾഫിൻ കണ്ടോ, ഇത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവൻ വേസ്റ്റ് സാധനങ്ങളാണ് ഈ ഡോൾഫിൻ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചെരുപ്പ്, മഗ്ഗുകള്, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. ഏതോ വലിയൊരു കലാകാരന്റെ അല്ലെങ്കിൽ കുറച്ച് കലാകാരന്മാരുടെ കലാസൃഷ്ടി. എന്താണേലും തന്നെ വളരെ മനോഹരമായിരുന്നു അത്. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പം നമ്മുടെ കാറിന്റെ അടുത്തേക്ക്, കാർ പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ വഴിയിലുള്ള കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാം. ടിഷ്യൂമിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ടേബിൾ റിസർവ് ചെയ്തിരുന്നു.
അപ്പൊ ഇതുപോലത്തെ പോഷ് റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ ഇവിടെ പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ജസ്റ്റ് വോക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിഷും മാത്രമല്ല ധാരാളം എക്സെപ്ഷണൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എല്ലാം തന്നെ പോഷ്ലി ആണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈബാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ. കനവി വാർഫിലെ ജൂബിലി പ്ലേസ് കാർ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ കാർ പാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ പോയി കാർ എടുത്തിട്ട് വേണം ഇനി നമുക്ക് ഡ്രൈവിന് പോവാൻ. അപ്പൊ നമുക്ക് ആ കാഴ്ചകളും ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ പാർക്കിംഗ് സ്പേസിനകത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വെളിയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ഒരു കുഞ്ഞ് ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൈറ്റ് ഡ്രൈവിന് പോകാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. നൈറ്റ് ഡ്രൈവിന് പോകുന്നത് രാത്രിയിലെ തണുത്ത കാറ്റും നിശബ്ദതയും അതുപോലെ തന്നെ ഒരു മ്യൂസിക്കും കേട്ടുകൊണ്ടുള്ള ഡ്രൈവിങ്. നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മനസ്സിന് ഒരു പ്രത്യേക അനുഭവം അല്ലേ തരുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൂടെയുള്ള ഇങ്ങനത്തെ നൈറ്റ് ഡ്രൈവിങ്. ലൈറ്റുകൾ കൊണ്ട് തിളങ്ങുന്ന കെട്ടിടങ്ങളും റോഡുകളും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. മൊത്തത്തിൽ ചേർത്ത് പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവിംഗ് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശാന്തത നൽകുന്ന ഒരു അനുഭവമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഓരോ ദിവസത്തെയും തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള, ഒരു ചെറിയ ബ്രേക്ക് നൽകുന്ന അനുഭവമാണ് ഈ നൈറ്റ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ പാസ് ചെയ്ത് പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടിയിൽ കൂടിയാണ്. മുകളിൽ കൂടെ റെയിൽവേ സ്റ്റേഷന്റെ ടെർമിനലുകളെ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു കവേർഡ് ആയിട്ടുള്ള ബ്രിഡ്ജ്. അതിനടിയിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വന്നേക്കുന്നത്. അങ്ങനെ കാനറി വാർഫിലെ കാഴ്ചകളൊക്കെ പിന്നിലാക്കി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഒരു ലിമോസിൻ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന കണ്ടത്. അപ്പൊ ഞാൻ ഓർത്തു, എന്നാ പിന്നെ അവനെയും കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാന്ന്. നല്ല കിടിലൻ ലുക്കല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.